പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷമുള്ളവർ ആമേൻ. എല്ലാവരും ഉറങ്ങിയും ക്ഷീണിച്ചും ആമേൻ ഉച്ചഭക്ഷണത്തിൻ്റെ മയക്കത്തിലാണോ, അതോ സന്തോഷം കൊണ്ടുള്ള ഉറക്കമാണോ, അതോ സങ്കടം കൊണ്ടുള്ള ഉറക്കമാണോ, ആമേൻ ക്ഷീണത്താലുള്ള ഉറക്കമാണോ അറിയത്തില്ല. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉറക്കമില്ലാത്തവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉറങ്ങാൻ ആമേൻ തയ്യാറല്ല, ഞാൻ ഇന്ന് വൈകിയ വേളയിൽ വിടുതൽ പ്രാപിക്കും എന്നുള്ള ഉറപ്പുള്ളവർ ആ ദൈവത്തെ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആര് കൈപൊക്കിയില്ലേലും ഞാൻ കൈപൊക്കിയിട്ടുണ്ട്. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും മെസ്സേജ് കൊടുത്താലും ആമേൻ അതിന് കയറുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ തരുന്ന ആലോചനകൾ ജനത്തിന് വിളമ്പുന്നത് മാത്രമല്ല, ആമേൻ അത് ഞാനും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആമേൻ രണ്ട് വിരൽ ചൂണ്ടി അങ്ങോട്ട് പറയുമ്പോൾ ബാക്കി വിരലുകൾ നമ്മുടെ പക്കലേക്ക് മടങ്ങി നിൽക്കുന്നുണ്ട്. കാരണം ആമേൻ അതെല്ലാം ഞാൻ ആമേൻ പറഞ്ഞ് ആമേൻ സ്തോത്രം ചൊല്ലി സ്തുതിക്കാറുണ്ട്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ആമേൻ മീറ്റിംഗ് കൊടുക്കുന്ന സമയത്തും എവിടെ പാസ്റ്റർ ഒരു മെസ്സേജ് കൊടുത്താലും ശരി, ആമേൻ ഒരു പക്ഷേ എനിക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരാളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലേ പ്രസംഗിക്കുന്നത്, ആമേൻ ആ കേൾക്കുന്ന ആലോചനകൾ ഞാൻ ഏറ്റെടുക്കേണ്ടതുണ്ടോ? ആമേൻ ചർച്ചിലുള്ളവർ ഏറ്റെടുക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം ഏറ്റെടുക്കുന്നത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ അതിൻ്റെ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ ആ കേൾക്കുന്നതിൻ്റെ നിവർത്തീകരണമൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് പകലിലും പറയട്ടെ, ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അവൻ അത് ഏറ്റെടുക്കുവാനുള്ളൊരു നല്ലൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ട് ദൈവസന്നിധിയിലായിരുന്നു. എന്നാലും ആമേൻ ഞാൻ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടിയില്ലെങ്കിൽ ആമേൻ എനിക്ക് ഒരു സന്തോഷം കിട്ടത്തില്ല. അതുകൊണ്ട് ആമേൻ ചില നിമിഷങ്ങൾ കൂടി നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിരിക്കുന്നുവല്ലോ. ആമേൻ ദൈവവചനം കേൾക്കുന്നതിന് മുമ്പായി ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ചിന്തകൾ, ആമേൻ ഇവിടെ വന്നതിൽ എന്തെങ്കിലും ഹസ്ബൻഡ് പറയുമോ അല്ലെങ്കിൽ വൈഫ് പറയുമോ, ആമേൻ ഹല്ലേലൂയ തിരിച്ചു മടങ്ങിപ്പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് വന്ന ഫുഡിൻ്റെ ആമേൻ റെസിപ്പീസ്, അല്ലെങ്കിൽ ആമേൻ ഫുഡിൻ്റെ ആമേൻ ചിന്തകൾ, അല്ലെങ്കിൽ ആമേൻ മറ്റു വ്യാകുല ചിന്തകൾ, കടക്കാർ വീട്ടിൽ വന്നിരിക്കും. ഇങ്ങനെ ഒത്തിരി ചിന്തകളോടെയാ നമ്മൾ ഇതിനകത്തായിരിക്കുന്നത്. ആമേൻ നമ്മൾ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ, ആമേൻ നമ്മുടെ അനുഭവത്തോടൊപ്പം ചേർന്ന് വരുന്ന ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ നമ്മുടെ അകത്തുള്ള ആമേൻ ടെൻഷനുകളൊക്കെ റിലീസാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ അല്ലേ. ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ എന്ത് സങ്കടത്തിൽ ഇരുന്നിരുന്നാലും ആമേൻ അതൊന്ന് റിലീസാവും. പക്ഷേ പാസ്റ്റർ പറയും, ആമേൻ നീ നിരാശയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ കളിയാക്കും. പക്ഷേ ഞാനതിലൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആമേൻ ഞാൻ പാടും. ആമേൻ എൻ്റെ മൈൻഡ് റിലീസാകുന്നത് നല്ല പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഉച്ചത്തിലൊന്ന് പാടുമ്പോഴാണ്. ആമേൻ അങ്ങനെയൊക്കെ ചില മിനിറ്റുകൾ കൂടി നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിച്ചതിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ, നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ, കൂടെ നടന്നിടുവാ കണ്ണീർ തുടച്ചിടുവാ, കൂടെ നടന്നിടുവാ
ലോർഡ്. സന്തോഷമുള്ളവർ എന്നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഞാൻ പാട്ട് പാടിയപ്പോൾ കുറച്ചുകൂടെ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ആമേൻ എൻ്റെ മെസ്സേജിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ട് എപ്പോഴും ഇടാറുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. ആമേൻ. ഞാൻ ആമേൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുന്നതിന് മുമ്പേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആമേൻ എങ്ങനെയെങ്കിലും ഒരു പാട്ടുകാരിയാവണം. ആമേൻ. ആമേൻ ഒരുപാട് വേദികളിൽ പാടണം. ആമേൻ. ഞാൻ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. ആ സമയത്തൊക്കെ നമ്മൾ അങ്കിൾ ശ്യാമ് ആമേൻ വീണയൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുപാട് കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവകൃപയാൽ പാസ്റ്റർ ജോസഫിനോടൊപ്പം ഒരുമിച്ച് ആമേൻ ഞങ്ങൾക്ക് പാടുവാനും ഒക്കെ കർത്താവ് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി. അന്ന് മുതലുള്ള ആഗ്രഹമാണ് ആമേൻ എനിക്ക് പാടണം, ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ആമേൻ വിവാഹം കഴിഞ്ഞു, കുടുംബജീവിതത്തിനകത്തായി പാടാനുള്ള എല്ലാ വഴികളും അതോടെ ക്ലോസായി. ആമേൻ. പിന്നെ എനിക്ക് ആമേൻ അങ്ങനെ എനിക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ പാടാനോ അങ്ങനെയുള്ള യാതൊരുവിധ അവസരങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. ആമേൻ. ദൈവകൃപയാൽ കർത്താവിൻ്റെ പേരിൽ ശുശ്രൂഷയിലോട്ട് ഇറങ്ങിയപ്പോൾ ആമേൻ ഞാൻ ഓർത്തു ആമേൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു വർഷിപ്പ് ലീഡറായി കർത്താവിൻ്റെ വേലയിലായിരിക്കും ഞാൻ വളരെയധികം ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ ആമേൻ കർത്താവ് ഓരോ ചെറിയ ചെറിയ തട്ടുകൾ എൻ്റെ ജീവിതത്തിനകത്ത് തന്നു. ആമേൻ നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവളാണ്. ആമേൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ആമേൻ. ഞങ്ങൾക്ക് സഹോദരിമാരുടെ മീറ്റിങ്ങിനൊക്കെ ആമേൻ ഞങ്ങൾക്ക് മാസത്തിലൊരു മീറ്റിംഗ് കവടിയാറ് മീറ്റിംഗ് ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിലൊക്കെ മെസ്സേജ് കൊടുക്കും. ആമേൻ. അപ്പോൾ അവിടെ കടന്നു വരുന്ന പാസ്റ്റേഴ്സൊക്കെ എന്നോട് ദൂത് പറയും, സിസ്റ്ററെ ആമേൻ നിങ്ങളിങ്ങനെ ഈ ഒരു 4 ചെവരുകൾക്കുള്ളിൽ മെസ്സേജ് കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല. ആമേൻ കർത്താവ് നിങ്ങളെ ഒത്തിരി വേദികളിൽ ആക്കും. അപ്പോഴൊക്കെ ഞാൻ പറയും, കർത്താവ് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയില്ല, എനിക്ക് പാടണം, ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ചിന്തയുള്ളൂ. ആമേൻ. വിവാഹം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ആമേൻ മാസങ്ങൾ കഴിഞ്ഞു. ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി. എന്നിട്ടും കൊടുക്കുവാൻ എൻ്റെ മനസ്സ് തയ്യാറല്ല. പക്ഷേ ആമേൻ കർത്താവ് പറയുന്നത് പോലെ ആമേൻ ചില കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ തൊട്ടാൽ മാത്രമേ ആമേൻ നമ്മൾ ചിലതൊക്കെ വിടൂ. ആമേൻ ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങും. അതുപോലെ ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് പരീക്ഷണങ്ങൾ ആമേൻ സംഭവിക്കുവാൻ തുടങ്ങി. ആമേൻ ഫസ്റ്റ് ടൈം പാസ്റ്റർ ആമേൻ നമ്മുടെ ചർച്ചിൻ്റെ ആ 13 അടി പൊക്കത്തിനകത്ത് നിന്ന് താഴോട്ട് വീഴുന്നു. സാക്ഷികളുണ്ട്. ആമേൻ താഴെ വീണു. ആമേൻ നട്ടലെല്ലാം പൊട്ടി. ആമേൻ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല. ആമേൻ ആ സിറ്റുവേഷൻ വരെയായി. 10 വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ബെഡിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഏറ്റവും അധികം പേടിച്ചത് ഇതാ, കർത്താവ് ആ സഭയ്ക്കകത്ത് ഞാൻ പ്രസംഗിക്കണമല്ലോ. ആമേൻ. ആമേൻ ഈ ലോകരാജ്യങ്ങൾ മുഴുവനും അടുത്ത് എൻ്റെ പ്രസംഗം കേൾക്കണമല്ലോ. ആമേൻ എനിക്കതിന് പറ്റത്തില്ല. ആമേൻ പാസ്റ്ററിനോട് പറഞ്ഞു, ആമേൻ ഇനി നീയാണിതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ആമേൻ വീട്ടിൽ വന്ന് ആമേൻ എനിക്ക് വല്ലാത്ത ദുഃഖവും ഭാരവും, പ്രത്യേകിച്ച് ആമേൻ എനിക്ക് ഈ വീഡിയോയ്ക്കകത്തുകൂടെ മെസ്സേജ് കൊടുക്കുന്നത് എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കതെല്ലാം ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. ആമേൻ ഞങ്ങൾ 2 എണ്ണം കൂടെ ചെറിയ രീതിയിലുള്ള ഫൈറ്റിംഗ് തുടങ്ങി. എന്തായാലും പാസ്റ്ററിനെ ഏൽപ്പിച്ച കർത്താവിൻ്റെ വേല പാസ്റ്ററിന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പാസ്റ്റർ ധൈര്യത്തോടെ ബെൽറ്റൊക്കെ ഇട്ട് ആമേൻ ബാക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് പുള്ളി അങ്ങ് മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി. ഒരാഴ്ച എങ്ങാണ്ടോ ആമേൻ ചർച്ചിൽ ലൈവിന് കയറിയില്ല. അടുത്ത ആഴ്ച മുതൽ ആമേൻ പുള്ളി ബെൽറ്റൊക്കെ മാറ്റി ആമേൻ ചർച്ചിനകത്ത് മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് 5 മാസം വരെ ആമേൻ പ്രഗ്നൻ്റായി. 5ാം മാസം ആമേൻ കർത്താവ് നോക്കിയപ്പോൾ ആമേൻ ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കാരണം വർഷിപ്പിനിടയിലൊക്കെ ഞാൻ ചെറിയ മെസ്സേജുകളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആമേൻ ഹല്ലേലൂയ കർത്താവ് ദൈവിക വാഗ്ദത്തമുള്ളവനെ ആമേൻ പുറത്തെടുക്കുവാൻ കർത്താവ് കൊണ്ടുവരുന്ന വഴികളൊന്ന് നോക്കണം, വിധമൊന്ന് നോക്കണം. ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തിരഞ്ഞെടുപ്പും വിളിയുമുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദം ഈ വീഡിയോയിലൂടെയും ആമേൻ ഇതിനകത്തും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ പദ്ധതിക്കൊട്ട് ഉള്ളതാണോ? നീ ഒരുപാട് കരയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നീ ഒരുപാട് നിലവിളിക്കേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ 5ാം മാസം ഇളയ കുഞ്ഞിനെ 5ാം മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ആമേൻ ഒരു മാസം കൊണ്ട് പാസ്റ്ററിൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പതർച്ചയുണ്ടായി. അങ്ങനെ ആമേൻ ഞങ്ങളിങ്ങനെ കാണുന്നവരൊക്കെ ആമേൻ പറയും, പാസ്റ്ററെ തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ, സ്ട്രെയിൻ ഉണ്ടല്ലോ. അത് പിന്നെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ അനന്തപുരി ഹോസ്പിറ്റൽ ഡോക്ടർ മാധവൻ നായരെ കാണിക്കാനായിട്ട് പാസ്റ്ററെ കൊണ്ടുപോയി. അന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആമേൻ നാളെ തന്നെ സർജറി വേണം. ആമേൻ ഒന്ന് ചിന്തിച്ച് നോക്കണമേ. ആമേൻ സർജറി ചെയ്താൽ പിന്നെ ആമേൻ ഡോക്ടർ പറഞ്ഞത് ഏകദേശം 6 മാസമെങ്കിലും വോയിസ് റെസ്റ്റ് കൊടുക്കണം. ആമേൻ ഇനി പ്രസംഗിക്കരുത്. ആമേൻ 6 മാസം കഴിഞ്ഞിട്ട് ഒന്ന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ആമേൻ ഹല്ലേലൂയ. ഒന്നുകിൽ ആമേൻ രതീഷിനെ അഭിനയിക്കാൻ വിട്ടോളണം, അല്ലെങ്കിൽ വീട്ടിൽ മിണ്ടാതെ ഇരുത്തിക്കോളണം. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക. ആമേൻ വൈദ്യശാസ്ത്രം 100% പറഞ്ഞു. ഡോക്ടർ ഭയപ്പെടുത്തി. ആമേൻ അത് ക്യാൻസർ ആയിരിക്കും. ആമേൻ 100% അങ്ങനെയായിരിക്കുമെന്ന് ആമേൻ ഡോക്ടർ പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അന്ന് വിശ്വാസത്തോടെ ആമേൻ ഹല്ലേലൂയ എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വാക്ക് ഡോക്ടറിൻ്റെ
വായിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഉറയ്ക്കുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ ജീവനോടെ പുറത്തു കൊണ്ടുവരും. ആമേൻ, ഞങ്ങളെ കുടുംബമായി കർത്താവ് പുതിയൊരു സൃഷ്ടിയാക്കി പുറത്തു കൊണ്ടുവരും. പ്രിയ ദൈവമക്കളെ പറയട്ടെ, അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഡോക്ടർ ആമേൻ സർജറി നിശ്ചയിച്ചു. പിറ്റേ ദിവസം ഞങ്ങളൊരു ബുധനാഴ്ച പകൽ സർജറിക്ക് പോവുകയാണ്. ആമേൻ, അടുത്ത അപ്കമിങ് സൺഡേ ആമേൻ മെസ്സേജ് കൊടുക്കണം. ആമേൻ, ഡെയിലിയുള്ള മെസ്സേജ് ഉണ്ട്, എന്ത് ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് ആമേൻ ആമേൻ ഞാൻ ഭാരത്തോടെയായിരുന്നു. ബയോപ്സിക്കൊക്കെ ചെയ്തു, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞ സ്ഥാനത്ത് ആമേൻ ആമേൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇരിക്കുന്നതിൻ്റെ മൂട് കത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിനകത്തൊരു പുകച്ചിൽ ഒരു വരാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. പാസ്റ്റർ ഇതാ സംഭവം, റെസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവ് ചിന്ത കൊണ്ട് തരാൻ തുടങ്ങി. ആമേൻ, ഒരടിയായി, ഇത് രണ്ടാമത്തെ അടിയായി. ഇതിനകത്ത് ഞാൻ സറണ്ടർ ആയില്ലെങ്കിൽ ആമേൻ ഞാൻ എന്നേക്കുമായി വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിനകത്ത് ഐസിയുനകത്ത് പാസ്റ്ററെ കാണാനായിട്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ ക്യാമറയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, രതീഷ് സംസാരിക്കുന്നുണ്ടോ? ആമേൻ, ഞാൻ പാസ്റ്ററെ കാണാനായിട്ട് ഐസിയുനകത്ത് കയറിയപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു, ആമേൻ സർജറി കഴിഞ്ഞ് ഒരു അല്പബോധം വീഴുന്ന സമയം തൊട്ട് ചലപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആമേൻ, അകത്ത് പോയാൽ നീ ഒരു പേനയും ബുക്കും കൊണ്ട് ചെല്ലണം, എഴുതി നീ സംസാരിക്കണം. ആമേൻ, ഞാൻ അവിടെ ചെന്നു. ആമേൻ, പാസ്റ്ററിനോട് ഫസ്റ്റ് എന്നോട് കരം പിടിച്ച് പറഞ്ഞതിതാ, ഇത് നിന്നെ പണിയാൻ വേണ്ടിയാ. ആമേൻ, ഞാൻ ഈ കിടക്കുന്നത് നിന്നെ പണിയാൻ വേണ്ടിയാ. ആമേൻ, സന്തോഷത്തോടെയാണോ ആമേൻ സന്തോഷമില്ലായ്മയോടെയാണോ ഞാനത് ഏറ്റെടുത്തു. പ്രിയ ദൈവമക്കളെ, അന്ന് തുടങ്ങി ഈ പുസ്തകവും ചുമന്നുകൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, മെസ്സേജ് കൊടുക്കുവാൻ തുടങ്ങിയത്. വീഡിയോ മിനിസ്ട്രി ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ആമേൻ കർത്താവ് അതിനുള്ള അവസരം നൽകി. പ്രിയ ദൈവമക്കളെ, ദൈവിക വാഗ്ദത്തം എവിടെയുണ്ടോ ആമേൻ, ദൈവത്തിന് ആരെ പണിയണമെന്നും എങ്ങനെ പണിയണമെന്നും നിന്റെ കുടുംബത്തിനകത്ത് ആരെ തൊട്ടാൽ നീ കർത്താവിന് വേണ്ടി നിൽക്കണമെന്നും ആമേൻ നിന്റെ എവിടെ പിടിക്കണമെന്നും ആർക്കറിയാമെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. കാരണം എല്ലാവർക്കും അറിയാം, വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്നേഹവും കെയറിങ്ങും കരുതലും ഒക്കെ ആമേൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എനിക്കെൻ്റെ ആമേൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലെന്നല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആമേൻ എനിക്കൊരു സഹോദര സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. ജനിച്ച അന്ന് മുതൽ ആമേൻ ഹല്ലേലൂയ എൻ്റെ ആമേൻ വിവാഹ സമയം വരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്കൊരു സഹോദര സ്നേഹം എന്തെന്ന് കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് ദൈവം തന്നതാണ് ആമേൻ ജിത്തുവിനെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ ചുറ്റിലും ആമേൻ എനിക്ക് നിൽക്കാൻ, ആമേൻ എന്നെ കരുതാൻ, ആമേൻ ഞാനൊന്ന് സങ്കടപ്പെട്ടാൽ എന്നെ ആമേൻ താങ്ങുവാൻ ഒത്തിരി പേരെ ആമേൻ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമേൻ ബന്ധുജനങ്ങളെ കർത്താവ് എനിക്ക് നൽകി. ആമേൻ അതൊക്കെയും ദൈവം എനിക്ക് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ഒരു കരുതൽ ഇല്ലാതിരുന്ന സമയത്തും ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ എല്ലാ കരുതലും തന്ന് മാനിച്ച് കർത്താവിൻ്റെ വേലയിൽ ആമേൻ എന്നെ നിർത്തി. ആമേൻ, ഞാൻ പറയും, ഇതാണ് എൻ്റെ സമ്പത്ത്, ഇതാണ് എൻ്റെ ബലം. ആമേൻ, ഞാൻ ഇന്ന് നിൽക്കുന്നതും ആമേൻ എല്ലാവർക്കും അറിയാം. ചർച്ചിനകത്ത് വന്നാൽ പോലും എനിക്ക് ഒത്തിരി സമയം ഇരിക്കുവാൻ പറ്റത്തില്ല, ബാക്ക് പെയിൻ കാരണം. ഞാൻ മിക്കവാറും ഒക്കെ വണ്ടിയിൽ പോയാൽ കിടക്കുന്നേ. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ പ്രയോജനപ്പെടുക എന്നത് ആമേൻ ദൈവിക വാഗ്ദത്തം എന്തെന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിനകത്ത് വന്നാൽ, ആമേൻ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നാൽ, ആമേൻ ഹല്ലേലൂയ പിന്നെ ആ വ്യക്തിയുടെ ലെവൽ മാറും. ആമേൻ ആ പേരിന് വ്യത്യാസം വരും. ആമേൻ ഹല്ലേലൂയ ആ ശബ്ദത്തിന് വ്യത്യാസം വരും, ആ നോട്ടത്തിന് വ്യത്യാസം വരും. ദൈവകൃപയാൽ എനിക്ക് ഒത്തിരി സഹോദരി സഹോദരന്മാരെ എനിക്ക് കർത്താവ് തന്നു. അതൊക്കെ ദൈവം ചെയ്ത ഒത്തിരി ആമേൻ നന്മകളാണ്. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തുമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. ഒരു സ്ഥാനത്തും നമ്മളെ തള്ളിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആമേൻ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ മിക്കവാറും ഒക്കെ പാടും. കാരണം അത് എനിക്കൊരു സംതൃപ്തിയും ആമേൻ തുടർന്നും ആമേൻ എനിക്ക് പ്രസംഗിക്കുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും, എനിക്കൊരു വാക്ക് മൂളാനെങ്കിലും പറ്റിയില്ലല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, ആമേൻ അന്ന് ആ അനന്തപുരിക്കത്തിൽ ഇരുന്ന് എടുത്ത തീരുമാനമാണ് കർത്താവ് ഇന്ന് വരെ നിലനിർത്തിയിരിക്കുന്നത്. ആമേൻ എവിടെയെങ്കിലും അതിലൊരു ചെറിയ ലൂസ് കണക്ഷൻ വരുമ്പോൾ കർത്താവിന് അറിയാം എവിടെ പിടിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ കുറച്ച് നാളായിട്ട് വീണ്ടും ഞാൻ ചില ഉഴപ്പൻ മട്ടൊക്കെ കാണിച്ചു. അതുകൊണ്ട് കർത്താവിന് അറിയാം, ആമേൻ പൗലോസിന് കൊടുത്തതുപോലെ ചില ശൂലമുണ്ടെങ്കിലേ ആമേൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ വേദനയുടെ ആഴം എന്തെന്ന് ശരിക്കും നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ആ നല്ല കർത്താവിനെ ആമേൻ വേദന തന്നതിനായി സ്തോത്രം, കർത്താവ് നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 27-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം അവസാന ഭാഗം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം
അവസാന ഭാഗം, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇന്ന് വൈകിയവേളയിലും ഞാൻ ഇതിനകത്ത് കടവന്നായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ തിരക്കായിരുന്നു. ഇതിനകത്ത് വന്നിരുന്നപ്പോൾ ഞാനിങ്ങനെ ജിജു ബ്രദറിനോട് ഞാനിങ്ങനെ പറയുവാനിടയായി. എനിക്ക് മെസ്സേജിനുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് ശുശ്രൂഷിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് സമയം കർത്താവ് എനിക്ക് തന്ന ഒരു ആലോചനയാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇതൊരു നിസ്സാരപ്പെട്ടൊരു വാക്യമായി നിങ്ങളത് കണക്കിടരുത്. ഇതിനകത്തൊരു മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ ദൈവിക ആലോചന ഇതിനകത്തുണ്ട്. കാരണം 2024 അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ചില ആഴ്ചകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാൽ വെക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റയ്ക്കാണെന്ന് കരയുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളൊരു കുടുംബത്തിനകത്താണെങ്കിൽ ആ കുടുംബത്തെ ദൈവം നിങ്ങൾക്ക് ദാനം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ജോലി സ്ഥലത്തായിരിക്കുന്നുവെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തലമുറകളെ തന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു തോട്ടത്തിനകത്ത് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതൊരു ആലോചനയാ. ദൈവം നിങ്ങൾക്ക് അവരെ ദാനം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളായിരിക്കുന്ന രാജ്യത്തുള്ള സകല വ്യക്തികളെയും ദൈവം നിങ്ങൾക്ക് ദാനം തന്നിരിക്കുക. കാരണം എന്തെന്നറിയാവോ? പ്രതീക്ഷയുടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് പ്രവേശിച്ചു സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതവണ്ണം, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതവണ്ണം, ഹല്ലേലൂയ, ഒന്നുകിൽ ഭാര്യയായിരിക്കും കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവവിളിയോടെ ഇറങ്ങി തിരിച്ചത്, അല്ലെങ്കിൽ ഒന്നുകിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, ആരുമാകട്ടെ, ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ ഇന്ന് പകൽ നിങ്ങളെ ശക്തീകരിക്കുന്ന ഉറപ്പുള്ളൊരു വചനമാണ്. കൂടെയുള്ളവരെ ദൈവം നിനക്ക് ദാനം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ കരമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കൂടെയുള്ള സകലരെയും എൻ്റെ ദൈവം എനിക്ക് ദാനം തന്നിരിക്കുക. അവിശ്വാസിയായ ഭർത്താവായിരിക്കട്ടെ, അവിശ്വാസിയായ ഭാര്യയായിരിക്കട്ടെ, മക്കളായിരിക്കട്ടെ, ആരുമായിരിക്കട്ടെ, എൻ്റെ ദൈവം നിനക്ക് ദാനം തന്നതാ. അതിനെ ഇന്ന് പകൽ ചേർത്ത് പിടിച്ചൊന്ന് സ്തുതിക്കുവാൻ തയ്യാറാണോ? വൈശമന ഹതനകസിയ അൽഗപ്രൗഡവന ദീപലഘടക ശബ്ദന വൈഡവന ദീപലഘടക ശബ്ദനാരകൾ കടകസി. ആ കുടുംബം നിന്റെ ദാനമാകട്ടോ. ആ രാജ്യം നിനക്കൊരു ദാനമാ. ആ തലമുറ നിനക്കൊരു ദാനമാ. ദൈവം നിനക്ക് തന്നിട്ടുള്ള സകല നന്മയും സകല സമ്പത്തും സകല സ്വർഗീയ അനുഗ്രഹങ്ങളും അവൻ നിനക്ക് ദാനം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആ വചനത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. പൗലോസിനെയും മറ്റു തടവുകാരെയും കൂട്ടി ഇതാ കപ്പൽ യാത്ര ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. യാത്രയ്ക്കിടയിൽ ഹല്ലേലൂയ, അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈ ശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. പ്രൈസ് ദി ലോർഡ്. കപ്പലിൻ്റെ ഗതിയെ മാറ്റുവാൻ, കപ്പലിനെ തകർത്ത് കളയുവാൻ കാരണമെന്ത്? ഹല്ലേലൂയ, അഭിഷേകമുള്ള ഒരുത്തൻ ആ കപ്പലിനകത്ത് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകമുള്ള ഒരുത്തൻ, പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, പൗലോസ്, ഹല്ലേലൂയ, ആ കപ്പലിനകത്തുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ? അഭിഷേകമുള്ള ഒരു വ്യക്തിയാണോ? മറ്റാർക്കും ഇല്ലാത്തൊരു ശോധന നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ക്രിസ്തീയ വിശ്വാസം അതൊരു ഈസി വേ അല്ല, അത് ഈസി മെത്തേഡ് അല്ല. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും, ഹല്ലേലൂയ, 24 hours ഫൈറ്റിംഗ് ഉള്ള ഒരു ജോലി എന്താണെന്ന് കേട്ടാൽ അത് കർത്താവിന്റെ വേലയാ. ഹല്ലേലൂയ. കാരണം അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം. ഹല്ലേലൂയ. അകത്ത് കുത്ത്, പുറത്ത് കുത്ത്. ഇനി അനുഭവിക്കുവാൻ യാതൊന്നുമില്ല. അത്രത്തോളം കഷ്ടതയുടെ നടുവിൽ നിന്ന് ഹല്ലേലൂയ ഒത്തിരി ഭക്തന്മാർ എഴുന്നേറ്റത്. അതുപോലെ പൗലോസ് ഇതാ പൗലോസും തടവുകാരും ഇതാ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാത്രയിൽ പൗലോസിന്റെ ഹല്ലേലൂയ കപ്പൽ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം ഇതാ
പടകിന് നേരെ ഈശാനമൂലൻ ഇതാ കഠിനമായി ആഞ്ഞടിക്കുന്നു. പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, നിലനിൽപ്പില്ലാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ, മരണത്തിന്റെ വക്കോളമെത്തി നിലവിളിക്കുന്ന തടവുകാരും ശതാധിപനും മറ്റു വ്യക്തികൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സകലരും അതിനകത്തിരുന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. കാരണം എന്ത്? ആമേൻ, ഈശാനമൂലൻ. ആ ഈശാനമൂലൻ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായി പറയാം. ആമേൻ, കപ്പൽ യാത്ര, ആമേൻ, ആമേൻ, നിങ്ങൾ ആമേൻ ഇംഗ്ലീഷ് ആമേൻ ഡോക്യുമെന്ററി ഒക്കെ കാണുന്നവർക്കറിയാം കപ്പൽ യാത്ര എങ്ങനെയാണെന്ന്. ആമേൻ, ഹല്ലേലൂയ, ഗവേഷകർ ഓരോന്നും കണ്ടുപിടിക്കുവാൻ വേണ്ടി ആമേൻ മാസങ്ങളോളം യാത്ര ചെയ്യുന്ന കപ്പൽ യാത്ര. ആമേൻ, സത്യം പറഞ്ഞ എനിക്കത് കാണുമ്പോൾ തന്നെ പേടി തോന്നാറുണ്ട്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം. ആമേൻ, യാത്ര ചെയ്യുന്ന കപ്പലിന് നേരെ വരുന്ന കാറ്റ്, ആമേൻ, ഈശാനമൂലനാകട്ടെ, കൊടുങ്കാറ്റാകട്ടെ, പെരുങ്കാറ്റാകട്ടെ, ആമേൻ, പൗലോസ് ഇതാ, ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ആമേൻ, ഉറച്ച വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ, ആമേൻ, ദൈവം കരുതുമെന്നുള്ള വിശ്വാസത്തോടെ, അപ്പൻ കാക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാനും ഇന്നും, ആമേൻ, ഞാനും നിങ്ങളും ഇന്ന്, ആമേൻ, ദൈവസന്നിധിയിലായിരിക്കുന്നത് പോലെ, ആമേൻ, പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനൊരു പരിഹാരവുമുണ്ട്. പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ആമേൻ, ഒരു കാറ്റുണ്ടെങ്കിൽ അതിനൊരു ശാന്തതയുമുണ്ട്. കാരണം നസ്രയനായ യേശു നമ്മളോടൊപ്പമുണ്ട്. നമ്മളെ തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല, പൊളിഞ്ഞു പോകുവാൻ സ്വർഗം അനുഭവിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ, കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, നിന്റെ പടകിനെ, ആമേൻ, മുങ്ങി താഴ്ത്തുമാറ്, ആമേൻ, പ്രതികൂല കാറ്റുകൾ നിന്റെ ജീവിതത്തിന് നേരെയോ, നിന്റെ, ആമേൻ, വിശ്വാസത്തിന് നേരെയോ, നിന്റെ തലമുറയ്ക്ക് നേരെയോ, ആമേൻ, നിന്റെ യാത്രകൾക്ക് നേരെയും കടന്നു വരട്ടെ, നിന്റെ ആരോഗ്യത്തിന് നേരെ കടന്നു വരട്ടെ. വിശ്വാസത്തോടെ വിളിച്ചു പറ, പന്ന പിശാചേ, നിന്റെ തന്ത്രത്തിന് ഞാൻ വീട് തരത്തില്ല. കാരണം ഞാൻ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാ, അഭിഷേകമുള്ളൊരു വ്യക്തിയാണോ. ആമേൻ, കാറ്റടിക്കത്തേയുള്ളൂ, പക്ഷെ പൊളിയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ജീവന് ഹാനി വരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആമേൻ, വിശ്വാസത്തിൽ നീ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണോ. നിനക്ക് കഷ്ടമുണ്ട്, ആമേൻ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ, ആ അരുളി ചെയ്ത വചനം നമ്മളോടാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ കഷ്ടമുണ്ട്, കഷ്ടമില്ലാത്ത വ്യക്തികളില്ല. ആമേൻ, കഷ്ടത വരുന്നവർ ലോകജാതികൾ മദ്യത്തിനും മയക്കുമരുന്നിനും, ആമേൻ, മരണത്തിനും വേണ്ടി വിഷക്കുപ്പികളും കയറുകളും അന്വേഷിച്ചു നടക്കുമ്പോൾ, ആമേൻ, ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന്, ദൈവകൃപ പ്രാപിച്ചൊരു ദൈവ പൈതലിന് വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും. ആമേൻ, ഒരു മരണത്തിനും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു വിഷക്കുപ്പിക്കും എൻ്റെ മേൽ വിഷം ചീറ്റുവാൻ കഴിയത്തില്ല. മരണകരമായി യാതൊന്ന് കഴിച്ചാലും, ആമേൻ, കുടിച്ചാലും, എന്നെ കടിച്ചാലും എനിക്ക് യാതൊന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് വേണ്ടി വിധി എഴുതി കേൾക്കുന്ന, ആമേൻ, മരണത്തിന്റെ വിധി എഴുതി, ആമേൻ, ഹല്ലേലൂയ, മരണക്കുറിപ്പ് വരെ എഴുതി കാത്തിരിക്കുന്ന കുടുംബമേ, ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ തകർക്കുവാൻ, ഈ ഈശാനമൂലനെ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്റെ തലമുറയെ തകർക്കുവാൻ കഴിയത്തില്ല. അതിവേഗത്തിലോടുന്ന വചനത്തിന്റെ കരം നിന്റെ കുടുംബത്തിന്റെ ആ മരണത്തിന്റെ ലെവലിനെ മാറ്റി സന്തോഷമെന്ന, സ്തുതി എന്ന, ആമേൻ, ഘോഷം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തുതിക്കുന്നവർക്ക്, ആമേൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതിച്ചുകൊണ്ടായിരിക്കുക, സ്തോത്രത്തോടെ ആയിരിക്കുക, ഭയപ്പെടുത്തുന്നതിനെ, ആമേൻ, വിട്ടുകളയുവാൻ തയ്യാറായിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളപ്പോൾ ചിന്തിക്കും, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറഞ്ഞ്, ആമേൻ, ദൈവവചനത്തിലേക്ക് കടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചത്, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി, ആമേൻ, ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടത്, ആമേൻ, ഹല്ലേലൂയ, വിവാഹം കഴിഞ്ഞ, ആമേൻ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വസ്ഥതയില്ലാതെ വേണം, ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ, ആമേൻ, ഇനി എങ്ങനെ മുൻപിലോട്ട് പോകണമെന്ന് അടുത്തൊരു കാൽവെപ്പ് വെക്കുവാനില്ലാതെ തകർന്നിരുന്ന സമയമുണ്ട്. ആമേൻ, ആ സമയത്ത് അർദ്ധരാത്രികളിൽ, ആമേൻ, ആമേൻ, എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ കാട്ടാക്കട റൂട്ട്, ആമേൻ, ആൻറ്റിയൊക്കെ എവിടെയുള്ളതല്ലേ, ആമേൻ, അറിയാം, റബ്ബർ കാടുകൾ, ആമേൻ, ഞങ്ങൾ താമസിക്കുന്ന ഏരിയയും അത്. അർദ്ധരാത്രികൾ മരണത്തിന് വേണ്ടി, ആമേൻ, 2 മണി 3 മണി സമയത്തൊക്കെ, ആമേൻ, നിങ്ങൾ ചിന്തിക്കും, ആമേൻ, പേടിയില്ലെന്ന്. ആമേൻ, അപ്പോഴൊരു സ്പിരിറ്റ് നമുക്ക് വരും. ആമേൻ, അപ്പോഴൊരു ധൈര്യം, മറ്റാർക്കും ഇല്ലാത്തൊരു ധൈര്യം നമുക്ക് വരും. സത്യം പറഞ്ഞ ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്ത ഞാനാ, പക്ഷേ ഈ 2 മണിക്കൊക്കെ ഞാൻ, ആമേൻ, ഈ റബ്ബറിനകത്തുകൂടെ എങ്ങനെ
നടന്നു എന്ന്, മരണത്തിന് വേണ്ടി അലഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. കാരണം എന്ത്? കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല. ഒരു സൈഡിൽ കേൾക്കുന്നത്, ആമേൻ, നീ വന്നത് മുതലാ എൻ്റെ മകൻ കുടിക്കാൻ തുടങ്ങിയത്, നീ വന്നത് മുതലാ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്, സമാധാനം നഷ്ടപ്പെട്ടത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ പറയുന്നതൊക്കെ പോട്ടെ, ഒന്ന് റിലാക്സ് ആയി ഇരിക്കുമ്പോഴായിരിക്കും ആമേൻ വൈകുന്നേരം ആമേൻ ജോലി കഴിഞ്ഞ് ആമേൻ ബാങ്കിൽ ആമേൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആമേൻ ബാങ്ക് മാനേജർ വരുന്ന ലെവലൊന്ന് നോക്കണം. ആമേൻ. പോകുന്നത് നല്ല ടിപ് ടോപ്പായി, ആമേൻ നല്ല വണ്ടിയിൽ നല്ല ടിപ് ടോപ്പായി പോകും. തിരിച്ചു വരുമ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ആമേൻ വാഹനം ഓടിച്ചു പോലും ആമേൻ തിരികെ വരുവാൻ പറ്റാതെ വണ്ണം ഒന്നുകിൽ മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു മുറിവേറ്റായിരിക്കും ഭവനത്തിൽ കടന്നു വരുന്നത്. ആമേൻ. എങ്കിലും സമ്മതിക്കത്തില്ല, എൻ്റെ മകൻ ഫസ്റ്റ് ഡേ കുടിക്കുമായിരുന്നു. ആമേൻ. ഇതിനെല്ലാം കുറ്റം എൻ്റെ തലയിലായിരിക്കും. ആമേൻ. എൻ്റെ മാനസിക സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണമേ. ആമേൻ. അന്ന് രാത്രി മുതൽ ആമേൻ കരയുവാൻ തുടങ്ങും. കരഞ്ഞ് 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 ആമേൻ പറയുന്ന വാക്കുകൾ പിന്നെ അത് വേറെ വേറെ ലെവലിലോട്ടാവും. ആമേൻ. സ്വസ്ഥത ഇല്ലാതെ വരുമ്പോൾ വിചാരിക്കും ആമേൻ മരിച്ചു കളയാം, അതോടെ ഞാൻ തീരുന്നതോടെ ഈ കുടുംബത്തിനകത്തുള്ള പ്രശ്നം അവസാനിക്കുമല്ലോ. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ, റബ്ബർ കാടുകളിലൂടെ മരിക്കുവാൻ കുഞ്ഞിനെ ആമേൻ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കവിടെ ഒരു പട്ടിയുണ്ട്. അത് കിടക്കുന്നതിൻ്റെ അടുത്ത് കുഞ്ഞിനെ അവിടെ ആമേൻ ഉറക്കി കിടത്തിയിട്ട് ആമേൻ ഒരു ദിവസം രാത്രി ഞാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ താഴെ ഒരു കുളമുണ്ട്, അവിടെ ചാടി ചാകാമെന്നും പറഞ്ഞ് മൊബൈൽ വെട്ടം പോലും ഇല്ലാതെ തന്നെ നടക്കാൻ തുടങ്ങി. ആമേൻ. നടന്ന് 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 ആമേൻ കുളമൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ പകൽ പോയി ഞാൻ നിരീക്ഷിച്ചു. പക്ഷെ എനിക്ക് ആമേൻ ലൈറ്റ് വെട്ടം ഇല്ലാത്തത് കൊണ്ട് ആമേൻ എവിടെയാണ് കുളമെന്നുള്ള ആമേൻ ബുദ്ധിയെ ദൈവം എനിക്ക് ആമേൻ കെടുത്തി തന്നു. ഞാൻ അവിടെ മുഴുവനും ചുറ്റി നടന്നു. ആമേൻ. ഹല്ലേലൂയ. എവിടെയോ എത്തിയപ്പോൾ ആമേൻ ഹല്ലേലൂയ എന്തോ കണ്ട് പേടിച്ചതാണോ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ബോധം കെട്ട് താഴെ വീണു. ആമേൻ. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ റബ്ബർ വെട്ടുന്ന ടാപ്പിങ്ങിന്റെ ലൈറ്റുമായി പാസ്റ്റർ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആമേൻ. അന്ന് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട് വിജയെ അന്വേഷിച്ച്. ആമേൻ. ബോധം വന്ന് ആമേൻ തിരികെ എന്നെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് പിന്നെ ഒരാഴ്ച സോറിയായി ഇനി മദ്യപിക്കത്തില്ല. വീണ്ടും ഒരാഴ്ച ഈ ആമേൻ വഴക്കിന്റെ ചൂട് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ആവർത്തി. ആമേൻ. ഒരു ദിവസം ആമേൻ തീരുമാനിച്ചു ആമേൻ മൈഗ്രെയിന്റെ ഹൈ ഡോസ് ഗുളിക ആമേൻ 15 ദിവസത്തെ ഗുളിക 30 എണ്ണം ഉണ്ട്. ആമേൻ 2 സ്ട്രിപ്പായിട്ട്. ആമേൻ. ഹല്ലേലൂയ. എന്തായാലും ഇനി ആമേൻ ഈ വീട്ടിനകത്ത് പറ്റത്തില്ല. ആമേൻ. ആദ്യം വെയിൻ കട്ട് ചെയ്ത് നോക്കി, പിന്നെ ഒരു പേടി, ആമേൻ മുറിഞ്ഞ് രക്തം വന്നിട്ട് ചത്തില്ലെങ്കിലോ എന്ത് ചെയ്യും? ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ വെയിൻ കട്ട് ചെയ്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ ആമേൻ കട്ടായില്ല കേട്ടോ, പേടിയാ. ആമേൻ. ആഴത്തിൽ മുറിക്കാൻ പേടിയായതുകൊണ്ട് ആമേൻ ജസ്റ്റ് ഒന്ന് പോന്തി നോക്കിയിട്ട് മിണ്ടാതിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെയും ഭയമുള്ളത് കൊണ്ട് ഞാൻ ചിന്തിച്ചു ആമേൻ ഇനി ആകപ്പാടെയുള്ള ആമേൻ പോംവഴി ഈ ആമേൻ ഹൈ ഡോസ് പെയിൻ കില്ലർ. എല്ലാവർക്കും അറിയാം മൈഗ്രെയിൻ യൂസ് ചെയ്യുന്നത് ഹൈ ഡോസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാനതുകൊണ്ട് ഈ മെഡിസിനൊക്കെ ആമേൻ നമ്മുടെ ആമേൻ ഇദ്ദേഹം അടിക്കാൻ കൊണ്ടുവന്ന മായുടെ കുപ്പിയിൽ ആമേൻ കലക്കി ആമേൻ കഴിക്കാനിടയായി. ആമേൻ 10 മിനിറ്റ് ഗ്യാപ്പ് വെച്ച് 5 വീതം കഴിച്ചു. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ ഇന്ന് കുടലും ആമേൻ ഹല്ലേലൂയ ലിവറും ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് കഴിച്ചിട്ടും ആമേൻ കുറച്ചൊന്നും മയങ്ങിയതല്ലാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസ്സിന് ദോഷമായി സ്വർഗത്തിലെ അപ്പൻ എനിക്കൊന്നും വരുത്തിയിട്ടില്ല. ആമേൻ. അത് പ്രമാണിച്ച് യാതൊരുവിധ അസുഖവും എനിക്ക് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഉറക്കഗുളി അധികം ആരും കഴിച്ചെന്ന് പറഞ്ഞ് ആമേൻ നിങ്ങൾ ചത്തുപോകുമെന്ന് വിചാരിച്ചൊന്നും പേടിക്കണ്ട. ദൈവിക വാക്തത്വമുള്ള ആരെങ്കിലും ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ മരിച്ചെടുത്തു നിന്ന് ഉയർത്താൻ വേണ്ടിയാ ചിലതൊക്കെ നീ കഴിച്ചതും കുടിച്ചതും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാ. അനേകരെ കഷ്ടതയിൽ കിടക്കുന്ന അനേകരെ ആമേൻ നീ താങ്ങി പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ ആമേൻ ചിലതൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഈ മയക്കത്തിന്റെ കിറുക്കം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വന്ന പാട് കണ്ടപ്പോൾ ആമേൻ ഇദ്ദേഹം അല്പം ആമേൻ ഒന്ന് മദ്യപിച്ചിരിക്കുക കൂടെയായിരുന്നു. ആമേൻ എന്നോട് പറഞ്ഞു, വിജി ആമേൻ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങ് മരിക്കാം, നിനക്കത് എന്നോട് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു. ആമേൻ മരിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഞാനൊരു തമാശയ്ക്ക് കയറിയപ്പോൾ പ്രിയ ദൈവമക്കളെ പറയട്ടെ, സീരിയസ് ആയിട്ട് വെയിൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. മൂർച്ചയുള്ളൊരു ആമേൻ ഹല്ലേലൂയ
ബ്ലൈഡിൽ ആമേൻ തൻ്റെ കയ്യിൽ ത്രികോണാകൃതിയിൽ ആമേൻ ആ ചതം മുഴുവനും വിരിച്ചെടുത്ത് അസ്ഥിയും ഞരമ്പും ഒക്കെ കാണുന്ന രീതിയിൽ ആമേൻ തൻ്റെ ആമേൻ കയ്യെ ആമേൻ കീറി മുറിക്കുവാനിടയായി. 2 സ്ഥലങ്ങളിലായി കീറൽ കണ്ടു. ആമേൻ ഒന്നാമത്തെ എൻ്റെ പേടി ആമേൻ ഹാലി ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ ആമേൻ ഹാലി എനിക്ക് പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ എന്ത് ചെയ്യും? ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. ആമേൻ ഹാലി ഈ മുറിവിൻ്റെ ആമേൻ വേദന പോലും അറിയാത്ത രീതിയിൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. ആമേൻ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, പപ്പാ ഹോസ്പിറ്റലിൽ പോകണം. ഒരു കാരണവശാലും ആമേൻ ഹാലലൂയ ഇദ്ദേഹം ഹോസ്പിറ്റൽ വരത്തില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അന്ന് എന്നെ ഉറക്കക്കുളിയ കഴിപ്പിക്കാനും ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ കർത്തമായിരിക്കും എന്നോട് പറഞ്ഞതായിരിക്കും. കാരണം ഞാൻ പറയട്ടെ, അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആമേൻ രതീഷ് ഒരിക്കലും പുറത്തു വരത്തില്ല. പ്രിയ ദൈവമക്കളെ, അന്ന് മരണത്തിൻ്റെ വേദന എന്തെന്നും ആമേൻ അസമാധാനത്തിൻ്റെ ഏറ്റവും കഠിനത എന്തെന്നും ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി തിരിച്ചറിയുവാനിടയായി. ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞ് ആമേൻ അവൻ്റെ സന്തോഷമോ അവൻ്റെ കളിയോ ചിരിയോ ആമേൻ ഒന്നും ഞങ്ങൾക്ക് ആമേൻ ഒന്ന് ആസ്വദിക്കുവാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തിൻ്റെ സമാധാനത്തെ പിശാച് കവർന്നു കളഞ്ഞു. ആമേൻ ഞാൻ പറയട്ടെ, ചിലതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയാണ്. ആമേൻ ചില കാറ്റടിക്കുന്നത് നന്മയ്ക്കാ, ചില തിരമാലകൾ പൊങ്ങുന്നത് നന്മയ്ക്കാ, ചില കോളുകൾ ആമേൻ ചില മഴക്കാറുകളൊക്കെ വരുന്നത്, ചില വഴികളൊക്കെ അടഞ്ഞു പോകുന്നത്, ചില ബന്ധുമിത്രാദികളെ നമുക്ക് വിരോധമായി കരങ്ങളിൽ എടുക്കുന്നത്, ചില അമ്മമാരെ കരങ്ങളിൽ എടുക്കുന്നത്, ചില അമ്മായിമാരെ കരങ്ങളിൽ എടുക്കുന്നത്, ഞാൻ ഇന്ന് നെഞ്ചത്ത് കൈവച്ച് പറയും, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക. പ്രിയ ദൈവമക്കളെ, ഞാൻ ആമേൻ ചില സമയം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നെ അവർ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എന്നെ കരുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചില സമയം ഞാൻ ചിന്തിക്കാറുണ്ട്, ആമേൻ ദൈവം അവരെ കരങ്ങളിൽ എടുക്കാതിരുന്നെങ്കിൽ, എനിക്ക് വിരോധമായി അവരെ എടുക്കാതിരുന്നെങ്കിൽ ആമേൻ ഇന്നും ആ കുടുംബത്തിനകത്ത് കിടന്ന് ഒന്നീ രതീഷ് ഫോട്ടോയിൽ കയറിയനെ, അല്ലെങ്കിൽ വിജി ഫോട്ടോയിൽ കയറിയനെ. കാരണം ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ ഞങ്ങളുടെ അസമാധാനത്തിൻ്റെ നടുവിലേക്ക് ആമേൻ ദൈവദൂതനെ പോലെ ഒരു വ്യക്തിയെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് അയക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ആമേൻ പാസ്റ്റർ ആ വ്യക്തിയോട് പറഞ്ഞതിതാ, ആ ദൈവദാസനോട് പറഞ്ഞതിതാ, പാസ്റ്റർ എൻ്റെ നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയണ്ട, പക്ഷേ എൻ്റെ ഇന്നലകളെ നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുവാനിടയായി തീരും. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ഇത് സംഭവിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ദൈവസന്നിധിയിൽ ഉപവാസമായിരുന്നു, പ്രാർത്ഥനയോടെയായിരുന്നു. ആമേൻ ഒരു സമയം ഞാൻ അതുകൂടെ പറയാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ വിവാഹത്തിന് മുമ്പ് വരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഞാൻ വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ പറയട്ടെ, സിനിമയ്ക്കും ആമേൻ പാപത്തിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചു. ഞാൻ പറയും ആമേൻ ഹല്ലേലൂയ, അതൊന്നും തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സൈഡിൽ അത് തെറ്റ് തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് പാപമാണ്. കാരണം ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൂത്തുകാഴ്ചകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ബൈബിൾ വായിക്കാതെ പ്രാർത്ഥിക്കാതെ നല്ല സമയം കോമഡികൾക്ക് നമ്മൾ ആമേൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. ആമേൻ അത് തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ എന്തിനാ കർത്താവ് ഭൂമിയിലാക്കിയത്? ദൈവത്തെ സ്തുതിപ്പാൻ. തന്ന കരങ്ങളെ ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, തന്ന കാലുകളെ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി ഓടുവാൻ. ദൈവം തന്ന കരങ്ങളെയും കയ്യെയും കണ്ണിനെയൊക്കെ ആമേൻ പാപത്തിന് വേണ്ടി വിട്ടാൽ കർത്താവ് വിടുവോ? ഒരിക്കലുമില്ല. ആമേൻ ഹല്ലേലൂയ. രാത്രി ഞങ്ങൾ ഉറങ്ങാതെ സിനിമ കാണും. പ്രൈസ് ദി ലോർഡ്. ഭീമാവള്ളിയിൽ പോയി പുതിയ പുതിയ സിനിമ കാസറ്റ് വരുന്നത് ഷോൾ ഇട്ട് മറച്ച് ആമേൻ അവിടെ പോയി ആമേൻ ഞാനും കൂടെ പോവും. ആമേൻ ഞാൻ പോകുമ്പോൾ എനിക്കൊരു കടിയും ഒരു ചായയും കിട്ടും. ആമേൻ അതുകൊണ്ട് ഞാൻ കൂടെ പോവും. ആമേൻ പോയി ഞങ്ങൾ ഇതെടുത്തിട്ട് വന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ ആമേൻ ഒരുപാട് സമയം ഉറങ്ങാതെ ഞങ്ങൾ സിനിമ കാണും, കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കും. ഇങ്ങനെ ഞങ്ങളുടെ ടൈം കുറേ നാൾ വേസ്റ്റ് ചെയ്തു. അപ്പോൾ കർത്താവ് ഞങ്ങളെ വിടുവോ? ആമേൻ നീയൊക്കെ നല്ല സമയം മുഴുവനും ലോകത്തിന് വേണ്ടി അപ്പോൾ ആമേൻ ഓടി. അപ്പോൾ കർത്താവ് ഞങ്ങളെ വെറുതെ വിടുവോ? ആമേൻ. അതുകൊണ്ട് കർത്താവ് ഒരു പെട്ടകം ചുമക്കുവാനുള്ളൊരു മകൾ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാനത് പറഞ്ഞു വന്നത് ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ഒരു അല്പ സന്തോഷം കിട്ടിയപ്പോൾ ആമേൻ ഞാൻ എന്ത് ചെയ്തു? ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട. ഭർത്താവ് സിനിമ കാണുന്നെങ്കിൽ ഞാൻ സിനിമയിലെത്തി നോക്കും. ആമേൻ ഭർത്താവ് ഗെയിം കളിക്കുന്നെങ്കിൽ ആമേൻ അതിൻ്റെ ഇരട്ടിയായി ഇദ്ദേഹം ഓഫീസിൽ പോകുമ്പോൾ ബാക്കി മുഴുവനും ഞാൻ കളിച്ചു തീർക്കും. വൈകുന്നേരം വരുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇത്ര ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ആമേൻ അങ്ങനെ ഞാൻ പറഞ്ഞ്
ആമേൻ ആമേൻ ഹല്ലേലൂയ ഭർത്താവിൻ്റെ മുമ്പിൽ ആമേൻ സന്തോഷിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ പോകും, അത് വേറൊരു കാര്യം. പ്രിയ ദൈവമക്കളെ പറയട്ടെ, അങ്ങനെ സമയം കളയുമായിരുന്നു. പക്ഷേ ഓൾറെഡി എൻ്റെ ഉള്ളിനകത്ത് ദൈവിക വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ അലക്ഷ്യമാക്കി. ആമേൻ പലവട്ടം കൊട്ടു തന്നു. ആമേൻ നീ മുട്ടുമടക്ക്, നീ പ്രാർത്ഥിക്കുക. അന്നൊന്നും ഞാൻ ചിന്തിക്കുന്നത് ഇതാ, ആമേൻ അത് നമ്മുടെയും തെറ്റല്ല കേട്ടോ. ജീവിതത്തിനകത്ത് ആമേൻ ഇനി എന്ത് നേടാനാ? എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ആമേൻ ഇനി എൻ്റെ ഭർത്താവിനൊരു തിരിച്ചു വരവില്ല, മദ്യപാനത്തിൽ നിന്നൊരു വിമോചനമില്ല, എൻ്റെ കുടുംബം ഇനി എങ്ങനെ ശരിയാകും? ആമേൻ ഈ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയും ദൈവത്തിലുള്ള വിശ്വാസവും ഒക്കെ ഏറ്റവും താഴ്ന്ന തട്ടിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ആമേൻ ഇദ്ദേഹത്തിൻ്റെ വഴിയെ ഞാനും സഞ്ചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആമേൻ ഒരു അഭിഷക്തൻ ആമേൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ആരാധിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ എന്നോട് പറഞ്ഞു, നിന്റെ ഭാവിയെ നീയാ കെട്ടിയത്, അത് നീ തന്നെ അറുത്തു മാറ്റുക. അന്ന് എൻ്റെ ഉള്ളിനകത്തൊരു കത്തൽ വന്നു. ശരിയാ ആമേൻ ഒത്തിരി പാസ്റ്റേഴ്സ് വിവാഹം കഴിക്കുവാൻ വന്നു. അന്നെടുത്ത വാശിയാ, ഞാൻ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു പാസ്റ്റർമാരെ എനിക്ക് വേണ്ട, എനിക്കൊരു ജോലിക്കാരനെ മതി. ഹല്ലേലൂയ. എനിക്ക് ഉപവസിക്കുവാൻ പറ്റത്തില്ല, 4 നേരം ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു ലൈഫ് സ്റ്റൈൽ മതി. ആമേൻ ഒരിടത്ത് ഒതുങ്ങിക്കൂടുവാൻ ശ്രമിച്ച ഞാൻ ആമേൻ അന്ന് കർത്താവ് ഞാൻ തീരുമാനമെടുത്തപ്പോൾ വിശ്വസിക്കുന്ന അപ്പൻ മുകളിൽ നിന്ന് പേപ്പർ ഓർഡർ ചെയ്ത് കാണും, എവളെ ഒരു ദിവസം വീട്ടിലിരിക്കാതെയും ആമേൻ ഹല്ലേലൂയ റെസ്റ്റ് ഇല്ലാതൊരു പണി കൊടുക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഇന്നൊരു ചെറിയ വയ്യായിക വന്നാൽ പോലും ഒരിടത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് ഞങ്ങളെ ഓടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് ഞാൻ എന്ന് മനസ്സിലാക്കിയോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വന്നു തുടങ്ങി. അന്ന് വരെ ഉപവസിക്കാത്ത ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി. ഇന്ന് വൈകിവേളയിൽ ഞാനിത് എന്താ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, ആമേൻ ഉരുപ്പടികളായി പുറത്തു വരേണ്ട ചിലത് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കാരണം നിന്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾക്കകത്ത് നീ തകർന്നു കിടപ്പുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ട, എൻ്റെ അമ്മായിക്ക് വേണ്ട, എൻ്റെ അമ്മാവന് വേണ്ട, എൻ്റെ പാസ്റ്റിന് വേണ്ട. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ കടന്നുപോയ ചർച്ചിലെ പാസ്റ്റിന് പോലും ആമേൻ ഞങ്ങളെ വേണ്ടാതെയായി. പ്രിയ ദൈവമക്കളെ, ആമേൻ കൂടെ നിൽക്കുന്നവരെ എല്ലാം കർത്താവ് നമുക്ക് എതിരാക്കും. കാരണം ദൈവിക വാഗ്ദത്തം പുറത്തു വരണമെങ്കിൽ ചില പഴുതുകളൊക്കെ അടഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കാറ്റൊക്കെ ആമേൻ പൊങ്ങി വന്നേ മതിയാകത്തുള്ളൂ നിന്റെ ചാഞ്ചാട്ടം ഒന്ന് മാറുവാൻ. ആമേൻ നിന്റെ ആമേൻ ഹല്ലേലൂയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കണമെങ്കിൽ ചിലതൊക്കെ സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതുമെതിരായി. ആമേൻ സകലതുമെതിരായി. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ആമേൻ ഞാൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനം ഇതാണ്, കർത്താവേ ഒന്നുകിൽ നീ എന്നെ മുകളിലോട്ട് വിളിക്കണം, അത് പട്ടിണി കിടന്നിട്ട്, അല്ലാതെ ഞാൻ ചാകത്തില്ല. ഒന്നുകിൽ ആമേൻ നീ എൻ്റെ ജീവനെ എടുക്കണം, അല്ലെങ്കിൽ ആമേൻ നിനക്ക് രതീഷിനെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭർത്താവായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അഭിഷക്തനാക്കി പണിയുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നീ മുൻപോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ തുടങ്ങി. 1, 2, 3 ഞാൻ പ്രാർത്ഥിച്ചത് മറ്റൊന്നും കൂടെയുണ്ട്. കാരണം ഈ ഉപവസിക്കുന്ന സമയത്തൊന്നും ഇദ്ദേഹം പൊതിക്കെട്ടുമായി വീട്ടിൽ വരരുത്. കാരണം മദ്യപിച്ചിട്ട് വരുമ്പോൾ ഇദ്ദേഹം 90 രൂപയ്ക്ക് അടിക്കും, എനിക്ക് 300, 350 രൂപയ്ക്ക് തിന്നാൻ മേടിച്ചു തരും. കാരണം കൊണ്ടുവന്ന് ഭക്ഷണം ആമേൻ ഓപ്പൺ ചെയ്ത് എൻ്റെ ഫ്രണ്ടിൽ എടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു വാക്ക് പറയും, ആമേൻ ആമേൻ ഞാൻ സന്തോഷത്തോടെ ആദ്യം കഴിക്കാൻ എടുക്കും. പക്ഷെ കഴിച്ചു തുടങ്ങുമ്പോൾ ആമേൻ ഇത് കൊണ്ടുവരുന്നത് കൊലച്ചോറാണെന്ന് എനിക്കറിയാം. ആമേൻ ഹല്ലേലൂയ. ഞാനപ്പോൾ ഇരുന്ന് ചിന്തിക്കും, ആമേൻ ഇങ്ങനെ സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ ആമേൻ ഒരു ബിരിയാണി മേടിച്ച് തന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കഴിക്കാമായിരുന്നു. ഇദ്ദേഹം വെള്ളം അടിച്ചിട്ടല്ലേ ഞാൻ ഈ കഴിക്കുന്നത്. ആമേൻ എൻ്റെ കണ്ണിൽ കൂടെ ആ ദുഃഖത്തിൻ്റെ കണ്ണുനീർ ആമേൻ പൊഴിയുമ്പോൾ ഇദ്ദേഹം ഒന്നുകിൽ ഈ കയ്യിലിരിക്കുന്ന ആമേൻ ഈ പൊതിയെ മേടിച്ച് അപ്പുറത്തെ വിളയിലോട്ടങ്ങ് എറിയും. ആമേൻ ഇല്ലെങ്കിൽ ആമേൻ അങ്ങോട്ട് കുത്താൻ തുടങ്ങും. ആമേൻ ഓരോ സങ്കടത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെ ആമേൻ എനിക്കിത് കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെയുണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ആമേൻ ഞാൻ ഈ ഉപവസിക്കുന്ന ദിവസങ്ങളിലൊന്നും ഇദ്ദേഹം എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കരുത്, ഞാൻ കഴിച്ചോന്ന് പോലും ചോദിക്കരുത്. പ്രിയ ദൈവമക്കളെ, സിംഹത്തിൻ്റെ വായടച്ച ദൈവം ആമേൻ ഇദ്ദേഹത്തിൻ്റെ വായടയ്ക്കാൻ ഞാൻ ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, സിംഹത്തിൻ്റെ വായ അടയ്ക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ രതീഷിൻ്റെ വായയും കുറേ ദിവസത്തേക്ക് കർത്താവ് അടച്ചു തന്നു. കാരണം എന്നെ ഉപവാസം എന്തെന്ന് പഠിപ്പിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനും. പ്രിയ ദൈവമക്കളെ, ഇന്നും പറയട്ടെ, ഉപവസിക്കുന്നത് കൊണ്ടാണ്
നിലനിർത്തിയിരിക്കുന്നത്. ആമേൻ. ചില സമയം ഉപവാസമൊക്കെ നിർത്തി വല്ലതും തിന്നാനും കുടിക്കാനും പ്ലാൻ ചെയ്ത കർത്താവ് ഓരോ പിടി പുറകിലൊന്ന് തരും. അപ്പോൾ വിളിയും, കർത്താവേ ആമേൻ, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയ. കാരണം അതാണ് ഞങ്ങളുടെ ശക്തി, അതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിജയം, അതാണ് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ വിജയം. ആമേൻ. അങ്ങനെ ആമേൻ മാസങ്ങൾ ആമേൻ ഉപവസിക്കുവാൻ ഞാൻ വിചാരിച്ചു. ആമേൻ എത്ര മാസം പിന്നിട്ടാലും എന്തായാലും ദൈവമല്ലേ ജീവൻ എടുക്കത്തുള്ളൂ. ആമേൻ ആമേൻ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴെങ്കിലും ഇദ്ദേഹം ദൈവസന്നിധിയിൽ സറണ്ടർ ആകുമല്ലോ. അങ്ങനെ ഒരു ലെറ്ററൊക്കെ എഴുതി. ആമേൻ. കാരണം ഞാൻ ചത്തുപോയാൽ ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ആമേൻ ആൻറ്റിയെ കണ്ടാ പഠിച്ച്, രാജമാൻറ്റിയെ കണ്ടാ പഠിച്ച്. ആൻറ്റിയുടെ ബൈബിൾ തുറന്നു നോക്കിയാൽ ആമേൻ ആൻറ്റിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഈ പുസ്തകത്തിനകത്ത് കാണും. ആമേൻ പേപ്പറിനകത്ത് എഴുതി ഇത് തന്നതിനായി സ്തോത്രം, എൻ്റെ ദൈവം ഇത് തന്നതിനായി സ്തോത്രം, ഇത് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബൈബിൾ നിറച്ചും എൻ്റെ പ്രാർത്ഥനാ വിഷയം ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിലൊരു സ്പൂണ് വേണമെങ്കിലും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. എനിക്കതിന് നാണക്കേടില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. കിട്ടുന്നതിനെല്ലാം ഞാൻ ടിക്കിടും. ദൈവം ഇത് തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കട ഉള്ളവരെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ കയ്യിൽ ഇന്ന് ലിസ്റ്റ് വീട്ടിനകത്ത് ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റിനകത്തുണ്ട്. ആമേൻ അവരിട്ട് തരുന്ന ആമേൻ പ്രയർ റിക്വസ്റ്റിൻ്റെ കടബാധ്യതയുടെ ലിസ്റ്റ് ഞാൻ പ്രിന്റ് എടുത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി വിഷയങ്ങളെ ആമേൻ ചവറ്റുകുട്ടയ്ക്കകത്ത് വലിച്ചെറിയത്തക്ക രീതിയിൽ ഒത്തിരി ബാധ്യതകളെ കർത്താവ് തീർത്തു തന്നിട്ടുണ്ട്. കാരണം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അത് വലിയ റിസൾട്ടാണ്. ആമേൻ. പലതും ആമേൻ ഭർത്താവ് മാനസാന്തരപ്പെടാൻ, ഭർത്താവിൻ്റെ കുടി മാറുവാൻ, മയക്കുമരുന്ന് മാറാൻ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. എഴുതി വെച്ചിട്ട് ഈ ബൈബിളും അടച്ചു വെച്ചിട്ട് കൈ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഈ വിഷയങ്ങൾക്ക് നീ അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം, നീ വിടുതൽ തന്നതിനായി സ്തോത്രം. ആമേൻ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. അങ്ങനെയാ ഞങ്ങൾക്ക് ദൈവം നല്ല വീട് തന്നത്, അങ്ങനെയാ ദൈവം ഞങ്ങൾക്ക് നല്ല വാഹനം തന്നത്. ഞാൻ പറയട്ടെ, കാറിൻ്റെ ഫോട്ടോ വരെ എടുത്ത് വെട്ടി ഞാൻ ബൈബിളിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം തന്നു. ഇന്ന് വരെ സ്വർഗത്തിൻ്റെ മുമ്പിൽ ഏത് വിഷയത്തിന് വേണ്ടി എഴുതി വെച്ച് മുട്ടിപ്പായി ദൈവസന്നിധി നിലവിളിച്ചോ കർത്താവ് അതിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. ആമേൻ. കിട്ടാത്തവരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഭാവിയാണോ ആവശ്യം, നന്മയാണോ ആവശ്യം, ജോലിയാണോ ആവശ്യം, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തിനു വേണ്ടി കരഞ്ഞാലും സ്വർഗം തരും. അങ്ങനെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇദ്ദേഹം ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ആമേൻ 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയാ ആമേൻ ആ വിറയിലൊക്കെ അങ്ങ് മാറി കുറച്ചൊക്കെ ഒന്ന് സ്ട്രോങ് ആവാൻ തുടങ്ങി. കാരണം ആത്മാവിൻ്റെ ബലം വരുമ്പോൾ പിന്നെ നമുക്ക് കഴിച്ചില്ലേലും കുടിച്ചില്ലേലും ഒന്നും കുഴപ്പമില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയം മുതൽ കുഞ്ഞിനെയും എടുത്തിരുന്ന ആമേൻ. ഹല്ലേലൂയ. ആമേൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ഉപവാസത്തിൻ്റെ 5-ാമത്തെ ദിവസം മുതൽ ആമേൻ ബാങ്കിനകത്ത് കുലുക്കം കൊണ്ടിടാൻ തുടങ്ങി. സ്വർഗം ചെയ്ത വലിയ അത്ഭുതമാകട്ടോ. ബാങ്കിനകത്ത് കുലുക്കം കൊണ്ടിടാൻ തുടങ്ങി. ആമേൻ. പ്രതികൂല കാറ്റുകൾ, ഈശാന മൂലലെന്ന കാറ്റുകൾ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റ് വർക്ക് ചെയ്ത ബാങ്കിന്റെ ബ്രാഞ്ചുകളിലേക്ക് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ. നിന്റെ വിടുതലിന്റെ സമയം അടുത്തു വന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതിന് പ്രതിഫലം ആമേൻ നിനക്ക് നൽകുവാൻ പോകുന്നു. ആമേൻ. വീട്ടുകാരെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, സന്തോഷമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല. പ്രിയ ദൈവമക്കളെ, 1, 2, 3, 31 ദിവസം ദൈവസന്നിധിയിൽ കണ്ണുനീര് വാർത്ത് ആമേൻ ഉണങ്ങി ഞാൻ അസ്ഥിയായി. ആമേൻ. ഹല്ലേലൂയ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് കരയുവാൻ തുടങ്ങി. കർത്താവേ, 25-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പിന്നെ കരയുവാൻ തുടങ്ങി. ഇതുവരെയും ഒരു റിസൾട്ട് വെളിപ്പെടുന്നില്ലല്ലോ. മരിച്ചാൽ മതി, നീ എൻ്റെ ജീവനെ എടുത്താൽ മതി. ആമേൻ. ഹാഗരം ആമേൻ തൻ്റെ കുഞ്ഞും ആമേൻ ദൈവസം നിലവിളിച്ചതുപോലെ ഹാഗർ വിളിച്ചത് ആമേൻ എനിക്ക് ഈ കുഞ്ഞിൻ്റെ മരണം കാണണ്ട. ആമേൻ. കുഞ്ഞ് വിളിച്ചതെന്താ? ആമേൻ എനിക്ക് ദാഹജലം വേണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 25-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ. ഞാൻ ആ ദൈവ ശബ്ദം നേരിട്ട് കേൾക്കുവാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. നീ മരിക്കേണ്ടവളല്ല. ആമേൻ. എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയെ പരിശുദ്ധാത്മാവ് എടുത്തിടുവാൻ തുടങ്ങി. നീ ആമേൻ ഞരമ്പ് കട്ട് ചെയ്യുവാൻ ശ്രമിച്ചില്ലേ? ആമേൻ. നീ മെഡിസിൻസ് കഴിച്ച് മരിക്കാൻ നോക്കിയില്ലേ? നിന്റെ ജീവനെ ഞാൻ എടുത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ നിന്നിലൂടെ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. പിന്നെ ഞാൻ ആമേൻ ഈ മരണത്തിൻ്റെ നിലവിളി അങ്ങ് മാറ്റി പിന്നെ ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. കർത്താവേ, അപ്പൻ്റെ പെട്ടകം ചുമക്കുന്ന കുടുംബമായി ഒത്തിരി ഭക്തന്മാരോട് തർക്കിച്ചതാ. എനിക്ക് സുവിശേഷ വേല വേണ്ടേ വേണ്ട, എനിക്ക് കർത്താവിൻ്റെ വേല വേണ്ടേ വേണ്ട. ആമേൻ. ആ
നിലവിളിച്ച നിലവിളിയെ ആമേൻ കർത്താവ് തിരുത്തി കുറിച്ച് എൻ്റെ നാവ് കൊണ്ട് വിളിപ്പിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു കുടുംബം നീ മുൻപോട്ട് തരണമെങ്കിൽ കർത്താവെ പെട്ടകം ചുമക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, കർത്താവെ സുവിശേഷ വേലയിൽ ഇറങ്ങുമ്പോൾ പട്ടിണിയാണോ ഞാൻ കിടന്നോളാം, ആമൻ എന്ത് ദാരിദ്ര്യം വേണോ ഞാൻ കിടന്നോളാം, വസ്ത്രമില്ലേ ആമൻ എനിക്ക് സാരമില്ല, എന്തും ഞാൻ സഹിക്കുവാൻ തയ്യാറാ, പക്ഷേ എനിക്ക് സ്വസ്ഥമായൊരു കുടുംബ ജീവിതം വേണം. പ്രിയ ദൈവമക്കളെ പറയട്ടെ, നമ്മൾ വേദനയിലിരുന്ന് തീരുമാനമെടുക്കുന്നതെല്ലാം സ്വർഗം മുകളിൽ എഴുതിയിടും. ആമൻ അതുകൊണ്ട് ഇപ്പം തീരുമാനം എടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും. കാരണം ഞാൻ തീരുമാനമെടുത്തു. ആമൻ ഹാല പറയട്ടെ, ഉപവാസത്തിൻ്റെ 31ാമത്തെ ദിവസം ആമേൻ വൈകുന്നേരം ആമേൻ ജോലി റിസൈൻ ചെയ്ത പേപ്പറുമായി ആമേൻ ഹല്ലേലൂയ 5 ബ്രാഞ്ചിന്റെയും ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്ത റിസൈൻ ലെറ്റർ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ആമേൻ ഞാൻ ആമേൻ പ്രതീക്ഷിക്കാതെ ഞാൻ ആമേൻ ചോദിക്കുവാനിടയായി, എങ്ങനെ നമ്മൾ ഇനി ജീവിക്കും? ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇസ്രായേൽ മക്കൾ പഴയ ഇറച്ചിക്കലത്തിൽ നോക്കിയതുപോലെ ആമേൻ ഞാൻ ചിന്തിക്കുവാനിടയായി, എങ്ങനെ ജീവിക്കും? ആമേൻ തീരുമാനമെടുത്തതെന്ത്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ പട്ടിണിയായാലും ഞാൻ എടുക്കാം, വസ്ത്രമില്ലെങ്കിലും ഞാൻ ഇരുന്നോളാം. പ്രിയ ദൈവമക്കളെ, വിടുതലിന്റെ മറുപടി എൻ്റെ കൈ കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചത്, ഇനി എങ്ങനെ മുൻപോട്ട് ജീവിക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ഇറങ്ങാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാ, വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ. ആമേൻ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. വീണ്ടും ആമേൻ എൻ്റെ പ്രത്യാശ വർദ്ധിക്കുവാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ ആമേൻ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കും. ഞങ്ങളുടെ ഹാളിനകത്ത്, ഞങ്ങളുടെ പഴയ ഹാളിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്നോട് ഇങ്ങനെ, ആ കാക്കാമ്പുര ദേശത്ത് ഇറങ്ങണം, ഇതുപോലെ കരയുന്ന ഒത്തിരി അമ്മമാരെ എനിക്ക് നേടിയെടുക്കണം, ഒത്തിരി യൗവന തലമുറകളെ എനിക്ക് നേടിയെടുക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടെയാ ഞങ്ങളുടെ മാതൃസഭ ആമേൻ കാക്കാമുല പ്രൈഷർ ഫാമിലിയിൽ ഞങ്ങൾ കാൽ വയ്ക്കുവാനിടയായിത്തുന്നത്. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ ജോലിയെല്ലാം റിസൈൻ ചെയ്ത സമയം മുതൽ ആമേൻ പട്ടിണി എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, ഭക്ഷണമില്ലാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് ആമേൻ ഹല്ലേലൂയ ഒത്തിരി ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. ആമേൻ ഞങ്ങൾ വിശന്നിരിക്കുന്നത് പോട്ടെ, ആമേൻ എൻ്റെ കുഞ്ഞ് ആമേൻ അവൻ ഏകദേശം ആമേൻ 1.25-2 വയസ്സ് വരും. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ആ സമയത്ത് ആമേൻ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ഇവന് മേടിച്ചു കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി കരഞ്ഞിട്ടുണ്ട്. ആമേൻ അവനിടുന്ന വസ്ത്രം 20 രൂപ വിലയുള്ളൊരു ബനിയനും ആമേൻ 30 രൂപ വിലയുള്ള പാൻറ്റുവാ. ആമേൻ ഒരു കല്യാണ വീട്ടിൽ പോയാലും ഇതാ ഇടുന്നേ. ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരെന്ന് എൻ്റെ കുടുംബത്തിനകത്ത് വിധി എഴുതിയിട്ടുണ്ട്. ആമേൻ 4 പേരുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരും. എൻ്റെ അമ്മ ഉൾപ്പെടെ, അമ്മ ഇന്ന് നിത്യതയില്ല, ആമൻ എൻ്റെ അമ്മ ഉൾപ്പെടെ പറയും, ഒന്നുമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടല്ലോ എന്ന്. ഇന്ന് ഉറിയാക്കോട് ദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കണം, രതീഷ് ക്രിസ്തുവിൽ സമ്പന്നനാണ്. ക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ, അപ്പൻ്റെ പെട്ടകം ചുമന്നത് മുതൽ, മാതാപിതാക്കൾ കൊടുക്കണ്ട, സഹോദരങ്ങൾ കൊടുക്കണ്ട, ഭാര്യ കൊടുക്കണ്ട, ദേശം കൊടുക്കണ്ട, കൂട്ടുകാർ കൊടുക്കണ്ട, സ്വർഗം പടുത്തുയർത്തുവാനിടയായി. ആമേൻ ഒന്നുമില്ലാതെ ഞങ്ങളെ ഇറക്കി വിട്ട സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഹാലു. എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നിട്ട് അതെല്ലാം ശത്രു വെട്ടിപ്പിടിച്ച് അപകരിച്ചിട്ട് ആമേൻ ഞങ്ങൾക്കൊന്നുമില്ലാത്തവരെ പോലെ ഒരൊറ്റ രാത്രി ഞങ്ങളെ ഇറക്കി വിടുവാനിടയായി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ പേരിലുള്ളത്, നിനക്ക് അർഹിക്കപ്പെട്ടതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? ആമേൻ ലോകം തരുന്നത് ലോകം കവരും, പക്ഷെ സ്വർഗം നിനക്ക് തരുന്നത് ഒരു ലോകത്തിനോ ഒരു പന്ന പിശാചിനോ നിന്റെ ഒരു നന്മയും കവർന്നു കളയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഞങ്ങളടുത്ത് സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ മിണ്ടാൻ പേടിയാ, ഒരു സൈഡിൽ നാണക്കേടാ. കാരണം ഞങ്ങളെ ഒന്നുമില്ലാത്തവരെ ഇറക്കി വിട്ടതാ. രതീഷും വിജയും ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് ആരും വിചാരിച്ചതല്ല. കാരണം ആമേൻ രാത്രികാലങ്ങളിൽ പരസ്പരം വഴക്കുണ്ടാക്കി, ആമേൻ അർദ്ധരാത്രികളിൽ ലാസ്റ്റ് ബസ്സിലൊക്കെ തന്നെ ഞാൻ ആമേൻ മാനസികമായി തകർന്ന് പൊടി കുഞ്ഞിനെയും കൊണ്ട് സിറ്റിയിലൊക്കെ ബസ് കയറിപ്പോവും. ഹല്ലേലൂയ. കാരണം സമാധാനമില്ല. ആമേൻ ആ ലോകം തരാത്ത സമാധാനത്തെ എൻ്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നത് നസ്രയനായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഉപവാസവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ദൈവസന്നിധിയിൽ സറണ്ടറായി. ഞങ്ങൾ കഷ്ടതയും ബുദ്ധിമുട്ടുകളും പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിനകത്ത് തകരാൻ പറ്റുന്ന അത്രത്തോളം ഞങ്ങൾ തകർന്ന ദൈവസന്നിധിയിലായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടും വിശ്വാസം വിട്ടില്ല.
വീട്ടിൽ ആമേൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, മധ്യസ്ഥ വഹിക്കുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ആമേൻ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുവാനിടയായി. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആമേൻ, ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ പ്രശ്നം വരും, പ്രതിസന്ധി വരും. അപ്പം തിരിച്ചറിഞ്ഞോളണം, ഞാൻ അനുഭവിച്ച കഷ്ടത്തെക്കാൾ ഇരട്ടി സന്തോഷം എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നുപോയത്. ആമേൻ. പൗലോസും തടവുകാരും യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഈശാനമൂലൻ അവരെ പടകിന് നേരെയായിട്ട് ചാഞ്ഞടിച്ചു. നമ്മുടെ ജീവിതത്തിന് നേരെ ഇന്നടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, ആമേൻ, ഇന്നടിക്കുന്ന പ്രശ്നങ്ങൾ പോലെ, ഇന്നടിക്കുന്ന തിരമാലകളെ പോലെ അവരെ തകർത്ത് കളയുവാൻ ആമേൻ ഹല്ലേലൂയ പിശാച് ഈശാനമൂലനെ ആഞ്ഞടിച്ചു. കപ്പൽ തകർന്നിട്ടും തകരാതെ വണ്ണം ആ തടവുകാരെയും അതിനകത്തിരുന്ന സർവ്വജനത്തെയും അഭിഷക്തനായ പൗലോസിന്റെ കരത്തിലേക്ക് സ്വർഗം ഒരുക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ, നീ ഒറ്റയ്ക്ക് ഇറങ്ങിയോ? ആമേൻ. ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല. വൈശമന ഹതനകസിയ വൈഡമന ധീവലഘടക ശംദന അർത്ഥന അരകൽ പ്രൗഢമന നീ ഒറ്റയ്ക്കല്ല. ഞാൻ പറയട്ടെ, നിന്റെ കൂടെ ദൈവം ചിലതിനെയൊക്കെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് നീ ഒറ്റയ്ക്കാണല്ലോ വന്നത്, ഒറ്റയ്ക്കാണല്ലോ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ചത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ അത് നിന്നോട് പറയുന്ന ദൂതിത. ആമേൻ. നിന്റെ തലമുറയെ അവൻ പെട്ടകത്തിനകത്ത് കയറ്റുക തന്നെ ചെയ്യും. ആമേൻ. കപ്പൽ പൊളിഞ്ഞാലും, ആമേൻ ഹല്ലേലൂയ, ആമേൻ, കാറ്റടിച്ച് ആമേൻ കപ്പലുകൾ ആമേൻ ഹല്ലേലൂയ ആമേൻ പാറിപ്പോയാലും, അതിന്റെ പാർട്സുകൾ പാറിപ്പോയാലും, അതിലെ ചരക്കുകൾ ആമേൻ വലിച്ചെറിയപ്പെട്ടാലും, ഞാൻ പറയട്ടെ, അഭിഷേകമുള്ള നിന്റെ കരത്തിൽ, അഭിഷേകമുള്ള നിന്റെ കരത്തിൽ, നിന്റെ നാവിലൂടെ, നിന്റെ മേലുള്ള അധികാരത്തിലൂടെ ചിലതിനെ നേടിയെടുക്കുവാൻ സ്വർഗം നിന്നെ അധികാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചിലതൊക്കെ പണിശാലയ്ക്കകത്ത്. ആ പണിശാലയിൽ എന്തിനാ നിന്നെ കയറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതൊക്കെ പെട്ടതിനകത്ത് കടക്കേണ്ടതുണ്ട്. ചിലതിനെയൊക്കെ കർത്താവ് നിന്റെ കരത്തിൽ നൽകുവാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അപ്പനാണോ ദൈവത്തെ അറിയേണ്ടത്? അമ്മയാണോ ദൈവത്തെ അറിയേണ്ടത്? മക്കളാണോ ദൈവത്തെ അറിയേണ്ടത്? നീ ഒരു പെന്തക്കോസ്തുകാരി എന്ന് പറഞ്ഞോ, നീ ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞോ, നിന്നെ കളിയാക്കുന്ന കളിയാക്കലിനകത്താണോ നീ ആയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം നിന്നോടൊപ്പമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചിലതിനെയൊക്കെ നേടിയെടുക്കുവാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പ ഞാൻ ചിലതിനെയൊക്കെ നേടിയെടുക്കുവാൻ പോകുന്നു, എൻ്റെ കുടുംബത്തെ ഞാൻ നേടിയെടുക്കുവാൻ പോകുന്നു. ആമേൻ. അപ്പൻ പേർ വിളിക്കുമ്പോൾ, ആമേൻ, എൻ്റെ പേർ വിളിക്കുമ്പോൾ ഒരു കൂറ്റ കറ്റയുമായി ആമേൻ നേടിയെടുത്ത കറ്റക്കൂട്ടങ്ങളുമായി ആമേൻ സ്വർഗ്ഗസന്നിധിയിൽ ഇതാണ് കർത്താവേ എന്ന് ഏൽപ്പിക്കുവാൻ നിന്റെ കുടുംബത്തെ ചൂടമന വൈശമന ഹതനകശിയ ആൽഗൽ പ്രൗഢമന ദീപലകനകശി. നിനക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ദൂതായിരിക്കും, എനിക്കറിയാം. ആമേൻ എനിക്കറിയാം, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ദൂതായിരിക്കും. ഞാൻ പറയട്ടെ, ആമേൻ, അടുത്ത ആണ്ട് കഴിയുന്നതിന് മുമ്പേ, 2025 കഴിയുന്നതിന് മുമ്പേ നിന്നോടൊപ്പം വിശ്വസിക്കുന്നു. നെഞ്ചത്ത് കരം വെച്ച് പറ, അപ്പ ഞാനത് അനുഭവിക്കുവാൻ തയ്യാറാണ്. എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ മരുമക്കളെ ചൂടാമന വൈശമന ഹതനകശിയ ആൽഗൽ പ്രൗഢമന ദീപലഘടകശി അർത്ഥൽ പ്രൗഢമന വൈഡമന വൈശമന ഹതനഘടകശി. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ നിന്നെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല. നിന്നെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല. നീ ഈ ശബ്ദം കേൾക്കുന്നത് വെറുതെയല്ല. ചൂടാമന വൈഡമന വൈശേ റഖാല ശിയാംതന വൈഡവരകടകശി. ആമേൻ. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ആമേൻ, എവിടെയോ കിടന്ന എന്നെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടത്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടിട്ടത്? പരിശുദ്ധാത്മാവ് പറയുന്നു, വെറുതെയല്ല നിന്നെ കൊണ്ടിട്ടത്. നിന്റെ കരത്തിലേക്ക് ചിലതിനെ കർത്താവ് ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. തിരമാലകളും സകലതും കഴിഞ്ഞു. ആമേൻ ആമേൻ. കപ്പലെല്ലാം പൊട്ടിച്ചിതറിയെങ്കിലും പക്ഷെ ഒരൊറ്റ എണ്ണത്തിന് ദോഷം വരാതെ വേണം സ്വർഗം അവിടെ പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പൗലോസ് അതിനകത്തുള്ള എല്ലാത്തിനെയും മാനസാന്തരപ്പെടുത്തി കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂട്ട സ്നാനം അതിനകത്ത് നടന്നു കാണും. കാരണം അഭിഷക്തനാണോ ആമേൻ ഹല്ലേലൂയ അവിടെ
അത്ഭുതങ്ങൾ നടന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്മാറിപ്പോയ ഭർത്താവിനെ ഓർത്ത് കരയേണ്ട, ഭാര്യയെ ഓർത്ത് കരയേണ്ട, മക്കളെ ഓർത്ത് കരയേണ്ട. ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ പോകുകയാ, ബന്ധങ്ങളെ ഉറപ്പിക്കുവാൻ പോകുകയാ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ബന്ധങ്ങളെ അവൻ ഉറപ്പിക്കുവാൻ പോകുകയാ. ആമേൻ. ഹല്ലേലൂയ. ചങ്ങലയറ്റുപോയ ബന്ധങ്ങൾ ചൂടമന വൈശ്വമന ഹതനകശിയ അൽഗൽ പ്രൗഢവന ദീപലഘടകശി, ബന്ധങ്ങൾ അറ്റുപോയ കണ്ണികൾ. ആമേൻ. കുടുംബത്തിന്റെ സഹോദര സ്നേഹങ്ങളെ കണ്ണിയെ ആമേൻ അറ്റുകളഞ്ഞ ചിലതിനെ വൈശ്വമന അധനകശിയാന്തന വൈഡമന ദീപൽ പ്രൗഢവന ശംതനാരകൾ കടകശി. ചില നിമിഷങ്ങൾ കൂടി എഴുന്നേറ്റോട്ടെ. ഒരു നിമിഷം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അടിയൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പൻ ചെയ്ത തന്ന ആലോചന, ആമേൻ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് അങ്ങയുടെ വാഗ്ദത്തം അരുളി ചെയ്യുവാനിടയായി. ആമേൻ. പിന്മാറി നിൽക്കുന്ന ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മരുമക്കളെ ഓർത്ത് കരയുന്നവരുണ്ട്. കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവരെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. സ്വർഗമേ, കാറ്റ് വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ വാർത്തെടുത്ത കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ പണിത കർത്താവ്, അപ്പോൾ വേദനയോടെ ആയിരിക്കുന്ന സകല കുടുംബങ്ങളെയും പണിത് ഇതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആയിരം വ്യക്തികളെ വാർത്തെടുക്കുവാൻ പ്രിയ ജനത്തെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അപ്പൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. ചില നിമിഷങ്ങൾ കൂടി കരകളെ അടിച്ച് പാടി നമുക്ക് നല്ല കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങളെ അടിച്ച് കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
നദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. കരങ്ങളെ തൊണ്ടി അന്യഭാഷകളിലാ നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. അഴിച്ചു കളയേണ്ടതിന് വിടുതലിന് തടസ്സമായി, വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമായി പ്രാപിച്ചെടുക്കേണ്ട പലതും മുൻപിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാഗർ നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ചായിരിക്കുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. അഴിഞ്ഞു മാറേണ്ടത്, വിട്ടുമാറേണ്ടത് നിന്റെ വാഗ്ദത്ത നിന്നിലേക്ക് എത്തുന്നതിന് തടസ്സമായി, വാഗ്ദത്ത നീ കൈവശമാക്കുന്നതിന് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ സമയമാകുമ്പോൾ ഞങ്ങൾ സഭയായി ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹോളിനകത്തായിരിക്കുന്നവർ, ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവരിലെ രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇവരിലെ ബാധിക്കപ്പെട്ടവർ ഇപ്പോൾ പിടിവിക്കപ്പെടട്ടെ. ഇവരിലെ തലമുറകൾ പിടിവിക്കപ്പെടട്ടെ. പുറത്തു പോയത്, ശത്രുവിനാൽ പിടിക്കപ്പെട്ടത് തിരികെ വരട്ടെ, ബന്ധിക്കപ്പെട്ടത് തിരികെ വരട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ വഴികളും എല്ലാ വഴികളും തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. മുൻപിൽ ശത്രു അടച്ചു കളഞ്ഞ, മനുഷ്യനും പിശാചും ചേർന്ന് അടച്ചു കളഞ്ഞ വഴികളെ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.